4000 വർഷം മുമ്പ് സയ്യിദ് ഇബ്രാഹിം ദുആ ചെയ്യുന്നുണ്ട് ഖുർആന് വേണ്ടി. പക്ഷെ ദുആ ചെയ്യുന്ന ഫസ്റ്റ് റസൂലിന, റബ്ബന അൻസിൽ അലാ ഹാദൽ ഖൗമി അൻസിൽ ഫീഹിം ഖുർആനൻ അല്ല, റബ്ബന വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക. യാ അല്ലാഹ് റബ്ബേ, ഇവർക്ക് നീ ഖുർആൻ ഇറക്കി കൊടുക്കണേ എന്നല്ല, ഈ ഉമ്മത്ത് മുസ്ലിം സമുദായം കണ്ട, മാനവരാശി കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ മഹാനായ സയ്യിദ് ഇബ്രാഹിം, ലോക ചരിത്രത്തിലെ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ വർഗങ്ങളുടെയും പിതാവായ സയ്യിദ്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അതും ഏതൊരു മൂമെന്റിലാണ് ആ ദുആ. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. അടുത്ത റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ, ഇവിടെ നീ റസൂലിനെ അയക്കണം, യത്ലു അലൈഹിം ആയാതിക, എന്നിട്ട് ജനത റസൂലിലൂടെ ഖുർആനെ മനസ്സിലാക്കണം. ഒന്നിച്ചതാ റസൂൽ. ഖുർആൻ വലിയ തന്നെ, പക്ഷേ നബിയിലൂടെ അല്ലാതെ ഖുർആൻ മനസ്സിലാക്കിയാൽ പേക്കും. അപ്പം മുജാഹിദ് പറയും നബിയിലൂടെ തന്നെ. അതിന് നബിയുടെ എൻ്റെ പ്രശ്നം അറിയോ, ഇത് വലിയൊരു ശതമാനം നബിയെ കൊന്നിട്ടാണ്. MBS മുഹമ്മദ് ബിൻ സൽമാൻ ഇപ്പോൾ സമ്മതിച്ചു. എന്ത്? ശീതസമര യുദ്ധകാലത്ത് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് സൗദി അറേബ്യ ലോകരാജ്യങ്ങളിൽ വഹാബിസം പ്രചരിപ്പിച്ചത്. ആരാത് പറഞ്ഞത്? ഇന്നത്തെ ക്രൗൺ പ്രിൻസ്, ഇന്നത്തെ മുഹമ്മദ് ബിൻ സൽമാൻ നിഷേധിക്കാൻ കഴിയും? അല്ല, തവസ്സലി മൊയ്തീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് എന്താ കാര്യം? യേശുവെ കാക്കണെന്ന് പറയാമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിക്കാം. മൊയ്തീൻ ഷെയ്ഖെ കാക്കണെന്ന് മുസ്ലിങ്ങൾ പറയാൻ പാടില്ല. ഇത് ലോകത്താകെ പ്രചരിപ്പിച്ചതാരാ? ഇതിന് പൈസ കൊടുത്താരാ? അമേരിക്കൻ മുട്ടനും. നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? അപ്പൊ ഇവിടെ എന്താ നടന്ന് പറടാ? കൊള്ളക്കാരെ വണ്ടിന്ന് നോട്ട് ഇങ്ങോട്ട് പുറത്ത് കിട്ടൂ. ജനങ്ങളെ 500 കൂടി മറ്റൊരു കൊള്ളമത് കടത്തിക്കൊണ്ടേ. സമുദായത്തിൽ നബിയെ കൊന്ന വിവരം അറിഞ്ഞില്ല പലരും. നബി ഇപ്പൊ സമുദായത്തിലില്ല. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളുടെ ഉള്ളിൽ നബി ഉണ്ടായാലേ നിങ്ങൾക്ക് മുഅ്മിനാകാൻ കഴിയുള്ളൂ. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളുടെ ഉള്ളിൽ റസൂൽ ഉണ്ടാവണം. നിങ്ങൾ കിതാബിൽ എവിടെയും, കിതാബിൽ ഡയറക്റ്റ് കടത്തിക്കൂട്ടാൻ കഴിയില്ല, പക്ഷെ വ്യാഖ്യാനത്തിൽ എലിനൈസേഷൻ കഴിയും. അവിടെ പിന്നെ അവലംബിക്കേണ്ടത് നബി വിശദീകരിച്ചാൽ പിന്നെ അനങ്ങാൻ പറ്റൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അത് മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി ആര്? വഹാബിസം വന്നപ്പോൾ. ഇന്ന് ഒരു ഹദീസ് പറയാൻ പറ്റൂല സമുദായത്തിൽ. എന്തുകൊണ്ട്? പൊതുധാരണ ഉണ്ടാവും, അതൊക്കെ ലൈഫായിരിക്കും. ഇത് അങ്ങനെയല്ലേ? പൊതുവാ ഒരു ഹദീസ് ഖുർആനിന്റെ മാനച്ചാൽ എന്ത് നുണ വെച്ചാലും സ്വീകരിക്കുകയും ചെയ്യും. പണ്ടൊരാള് പറഞ്ഞു എന്നെ വീടിരിക്കാൻ പാടില്ല. അപ്പൊ ചോദിച്ചു, വീടിരിക്കാൻ പാടില്ല ഖുർആനിലുണ്ട്? വിചാരിച്ചേ പറഞ്ഞു, ഖുർആനിലുണ്ട്. ഞാൻ വിളിക്കണില്ല, നിർത്തിയ. ബീഡിയടിക്കാൻ പാടില്ല എന്നുള്ളതിന് തെളിവാണ് എന്ത്? അല്ല, ഈ പറഞ്ഞ പോന്തായിക്ക് ഇത് അറിയില്ല. ഒരായത്ത് ഓതിരും അതിനാണ് പറഞ്ഞാൽ ജനങ്ങളാണ് സ്വീകരിക്കും. ഇത് റിസാലത്തിൽ നടക്കൂല, നബി വിശദീകരിച്ച് നടക്കൂല. എടാ, ഖുർആൻ വിശദീകരിക്കേണ്ടത് ഡിക്ഷണറി അല്ല, ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹി. ആദ്യം ആളെ പറഞ്ഞിട്ടാണ് ഖുർആൻ ഇറക്കിയത്. ഇപ്പം എൻ്റെ മൊബൈല് മനസ്സിലായില്ല പറഞ്ഞത്, എൻ്റെ മൊബൈൽ എൻ്റെ അക്കാക്ക ഗൾഫിൽ നിന്ന് കൊടുത്തയച്ചു, സങ്കല്പിക്കുക. പക്ഷെ ആ മൊബൈൽ അസംബിൾ ചെയ്ത് കോലത്തിലാക്കി തരുന്ന ആള് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വന്നതെങ്കിൽ പിന്നെ വരേണ്ടി വരില്ല. എന്തുകൊണ്ട്? അത് എൻ്റെ കുട്ടികളും കൂടി ശരിയാക്കിയിട്ട് അതിൻ്റെ സാധനമൊക്കെ പൊളിച്ചു. അതേ സമയത്ത് മൊബൈൽ ഇറങ്ങണതിൻ്റെ 40 കൊല്ലം മുമ്പ് ആര് വന്നു? അസംബിൾ ചെയ്യേണ്ട ആൾ വന്നു. നിങ്ങൾ അസംബിൾ ചെയ്താലും മതി എന്ന് പറഞ്ഞു. അപ്പൊ ജനങ്ങൾക്ക് ഒരു പിഴവുണ്ടാവില്ല. അത് കൃത്യമായി സ്വഹാബികൾക്ക് കിട്ടി. സ്വഹാബികൾക്ക് ഖുർആനല്ല കിട്ടിയത്, നബിയുടെ ഖുർആനാണ്. നമുക്ക് നബിയുടെ ഖുർആനല്ല, ഖുർആനാണ്. ഖുർആനും നബിയുടെ ഖുർആൻ രണ്ടാണ്. നിങ്ങളെൻ്റെ കൂടെ ഇല്ല. അതായത് നബിയുടെ വിശദീകരണത്തെ ആസ്വദിച്ച് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതായ ഖുർആൻ, അതിന് പിൽക്കാലത്ത് 18ാം നൂറ്റാണ്ടോടുകൂടെ മുസ്ലിമീങ്ങൾ
അപ്പോൾ ഇവിടെ അതെന്താ കാരണം? നമ്മൾ ഇനി ഇങ്ങനെ പഠിച്ചു നോക്കിയാൽ എവിടെയും കാണാം നബിയെ അല്ലാഹു തആല മുന്തിച്ചു. ഖുർആനേക്കാൾ എവിടെയും നബിയെ മുന്തിച്ചു. ഞാൻ പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദീ അൻസലൽ കിതാബ അലാ അബ്ദിഹി എന്നാണ് ഭാഷയുടെ പ്രോട്ടോക്കോൾ. ഫിഅൽ ഫാഇൽ മഫ്ഊൽ ജാർ മജ്റൂർ മുതഅല്ലിഖാത്തൊക്കെ പിന്നെ വരുന്നുണ്ട്. ഇവിടെ അൻസല അലാ അബ്ദിഹി ഇത് പ്രോട്ടോക്കോളിന് എതിരാണ്. എന്തുകൊണ്ട്? ഇവിടെ ഫീലും ഫാഇലും മഫ്ഊലെല്ലാം നോക്കണ്ട്. ഇവിടെ ഈ കിതാബിനെ നേരെയാക്കുന്ന ആളെ കിട്ടണം ആദ്യം. അൽഹംദുലില്ലാഹില്ലദീ അപ്പോൾ എന്ത് മനസ്സിലാക്കി? ഇതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഇതാണ് ഇസ്ലാമിലെ അഹ്ലുനൈസേഷൻ. അല്ലാതെ ഖുർആനിൽ കടത്തിക്കൂട്ടാൻ കഴിയൂല. അതിൽ ആധുനിക ലോകത്ത് വന്ന വിഭാഗമാണ് വഹാബിസം. അവർ ദജ്ജാലിൻ്റെ അനുയായികളാണ്, യാതൊരു സംശയമില്ല. അവർ ദജ്ജാലിൻ്റെ അനുയായികളാണ്. അവരങ്ങൾ ഇനി എന്ത് പേര് പറഞ്ഞു കൂട്ടിയാലും നമ്മൾ നശിക്കും. ഇനി ഇതിനപ്പുറം പറയാൻ എനിക്ക് എൻ്റെ കയ്യിൽ ന്യായമില്ല. അപ്പം നിങ്ങൾക്ക് എങ്ങനെ പറയാം, എന്ത് പറയാം? ഒരു നമ്മളെപ്പോലെ നിസ്കരിക്കണില്ലേ, ഒളിയത്തിറക്കണില്ലേ, അങ്ങനെയല്ലേ അങ്ങനെയല്ലേ? കാരണം അതിനൊന്നും എൻ്റെ ഒരു മറുപടിയില്ല. ഹക്കും ന്യായവും തമ്മിൽ പലപ്പോഴും രണ്ടായിരിക്കും. ഹക്ക് വേറെ, ന്യായം വേറെ. ന്യായം എങ്ങനെ മനസ്സിലായില്ല? ഹക്ക് ഒറ്റൊന്നുണ്ടേ ഉള്ളൂ, ന്യായം എങ്ങനെ ഒപ്പിക്കാം? ഹക്കും ന്യായം ഉണ്ടാവും. പലപ്പോഴും നമ്മൾ അവലംബിക്കേണ്ടത് ഹക്കിനെയാണ്, അല്ലാതെ എന്തിനെയല്ല, ന്യായത്തിനല്ല. ന്യായത്തും ആർക്ക് പിടിച്ചിരിക്കാൻ കഴിയും? അപ്പൊ ഖുർആനിന്റെ ഹക്ക് നബിയിലൂടെയാ, ഭാഷയിലൂടെയല്ല. ഭാഷയിൽ സിദ്ദീഖിന് തെറ്റീന്ന് ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലേ? ഈ ഉമ്മത്ത് കണ്ട അഫ്ളലായ ആളായ സയ്യിദുനാ സിദ്ദീഖിന് ഫീ ബിൽഇ സിനീൻ എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ ഉമയ്യത്ത് ബിൻ ഖലഫുമായി റോമൻകാരും പേർഷ്യക്കാരും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ആയത്തിൽ റോമക്കാർ ജയിക്കുന്ന വർഷം 3 കൊല്ലം കൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖിന് പിഴച്ചു. അത് 9 വരെ ആകാമെന്ന് ഹബീബായ റസൂൽ വിശദീകരിച്ച് ആ പന്തയം മാറ്റിവെച്ച സംഭവം ഞങ്ങളോട് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ആർക്കാണ് പേക്കണത്? ഖുർആനിൽ സിദ്ദീഖിന്. പിന്നെ എവിടുന്ന ആരാണ് സ്കെയില്? റസൂലുള്ള. ഈ സ്കെയിലിന് നമ്മൾ 18-ാം നൂറ്റാണ്ടോടുകൂടെ തള്ളി. അപ്പൊ നമ്മളെ കയ്യിൽ ഇപ്പൊ ഖുർആൻ എന്തില്ലു? ഡിക്ഷണറി ഉള്ളൂ. എന്തില്ല? സ്കെയിലില്ല. നമ്മളൊക്കെ അങ്ങനെയായി. പിന്നെ എൻ്റെ പേരിൽ ചെലവ് ചെയ്യുന്നത് ഇജ് സുന്നി സംഘടനൻ്റെ ആളാകുമ്പോൾ ഇജ് അങ്ങനെ അതാവും. എൻ്റെ പേരിൽ ചെലവ് ചെയ്യുന്നത് വഹാബി സംഘടനയിലാണെങ്കിൽ ഇജ് അതാവും. എൻ്റെ മകൻ ഇജ് സുന്നി പള്ളിൻ്റെ പ്രസിഡന്റ്, എൻ്റെ മകൻ മുജാഹിദ് പള്ളിൻ്റെ പ്രസിഡന്റ്. അങ്ങനെ എനിക്കറിയാം അങ്ങനത്തെ കുടുംബം, എനിക്കറിയാം. ഇജ് മൗലൂദിന് നേതൃത്വം കൊടുക്കും, മറ്റും ശിർക്കാണ് റായും നേതൃത്വം കൊടുക്കും. ഇപ്പം രണ്ടാളും വീട്ടിൽ പോയി ബാതിലടച്ചാൽ എന്തായിരിക്കും പറയാ? പറ്റിച്ചേ പറ്റിച്ചേ പറ്റിച്ചേ. മകന്റെ വ്യാഖ്യാന പ്രകാരം ബാപ്പ ചെയ്തത് ശിർക്കാണ്, ബിദഅത്താണ്, ശിർക്കാണ്. ഇത് ഒരേ പരിന്ന് ചിലപ്പോൾ മൗലൂദിന്റെ സദസ്സിലേക്ക് ബാപ്പാനെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് മോട്ടോർ സൈക്കിൾ എടുത്താൽ മറ്റും അത് ശിർക്കാന്നറിയാൻ പോകുന്നുണ്ടാക്കുക. ഇപ്പൊ സംഘടനകളാണൊക്കെ. സംഘടനകളാണ്. എൻ്റെ ചെലവ് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റേജ് കിട്ടിയത് എവിടെയാണോ ആ സംഘടനയാണ്. ഇനി എവിടെയും കിട്ടിയില്ലെങ്കിൽ മഞ്ചേരി കൂടി ഓടുന്ന ഏതെങ്കിലും പഴയ ബസ് എടുത്താൽ ബസ് ഓണേഴ്സ് അസോസിയേഷൻ അതിന്റെ പ്രസിഡന്റ് ആകാം. നല്ലൊരു നേതാവാകുമല്ലോ. സസ്സലേക്ക് കയറി ചെന്ന നാട്ടിൽ എന്ത് പറയും? ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായ അൻവർ സാഹിബ് ഈ സസ്സിൽ അരക്കായ്ക്ക് പറ്റാത്ത അന്നേം അവിടെ നേതാവാക്കി. ഇതന്നെ പഠിക്കണ്ടേ? ഇപ്പൊ എല്ലാരും ഹെലനിസ്റ്റിക്കുകളാ. എല്ലാവർക്കും ഗ്രീക്ക് സ്വാധീനം ഉണ്ടായി. ഖുർആനിൽ ഗ്രീക്ക് സ്വാധീനം ഉണ്ടാവില്ല. കാരണം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അപ്പൊ എവിടെ നിങ്ങളൊരു 100 ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ എനിക്കിതിന് കഴിയും റബ്ബിന്റെ സഹായത്താൽ. 4000 വർഷം മുമ്പ് സയ്യിദ് ഇബ്രാഹിം ദുആ ചെയ്യുന്നുണ്ട് ഖുർആന് വേണ്ടി. പക്ഷെ ദുആ ചെയ്യുന്ന ഫസ്റ്റ് റസൂലിന റബ്ബനാ അൻസിൽ അലാ ഹാദൽ ഖൗമി അൻസിൽ ഫീഹിം ഖുർആന എന്നല്ല, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക്. യാ അല്ലാഹ്,
റബ്ബേ ഇവർക്ക് നീ ഖുർആൻ ഇറക്കി കൊടുക്കണേ എന്നല്ല, ഈ ഉമ്മത്ത് മുസ്ലിം സമുദായം കണ്ട, മാനവരാശി കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ മഹാനായ സയ്യിദ് ഇബ്രാഹിം, ലോക ചരിത്രത്തിലെ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ വർഗങ്ങളുടെയും പിതാവായ സയ്യിദ്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അതും ഏതൊരു മൂമെന്റിലാണ് ആ ദുആ. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. അടുത്തായിട്ട് റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ, ഇവിടെ നീ റസൂലിനെ അയക്കണം, യത്ലു അലൈഹിം ആയാതിക, എന്നിട്ട് ജനത റസൂലിലൂടെ ഖുർആനെ മനസ്സിലാക്കണം. യാ അല്ലാഹ്, ഒന്നിച്ചതാരിയ റസൂൽ. എന്താ അങ്ങനത്തെ മനസ്സിലാക്കാത്ത? ഖുർആൻ വലിയ തന്നെ, പക്ഷേ നബിയിലൂടെ അല്ലാതെ ഖുർആൻ മനസ്സിലാക്കിയാൽ പേക്കും. അപ്പം മുജാഹിദ് പറയും നബിയിലൂടെ തന്നെ. അതിന് നബിയുടെ എൻ്റെ പ്രശ്നം എന്താ അറിയോ, ഇത് വലിയൊരു ശതമാനം നബിയെ കൊന്നിട്ടാണ്. മനസ്സിലായില്ല, കൊല്ലാവുന്നതിൻ്റെ അപ്പുറം കൊന്നാണ്ട് അവസാനം വിരലിൻ്റെ അവിടെ ചെറിയൊരു മുടിപ്പുണ്ടാവും, പറയാം ബാപ്പ മരിച്ചിട്ടൊന്നുമില്ല, എപ്പോഴും ജീവണ്ടല്ലോ. ബാപ്പാനെ പരമാവധി തച്ച് കൊന്നിട്ട് അവസാനം ബാപ്പാന്റെ ബെരലിങ്ങനെ അണങ്ങാണ്ടപ്പോ എന്ത് പറഞ്ഞു, പറ്റ മരിച്ചിട്ടൊന്നുമില്ല, ഒരു സ്വഹിയായ ബെരലി നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ട്. ദശലക്ഷക്കണക്കായ ഹദീസുകൾ തള്ളിയിട്ട് 5000 ഹദീസ് മാത്രം എൻ്റെ കയ്യിലാക്കി. ഇതാണ് ഇപ്പൊ ഏറ്റവും മഹാന്മാരായ വഹാബികൾ. വലിയ ശതമാനം വഹാബികൾ ഹദീസിനെ സ്വീകരിക്കുന്നില്ല. സ്വീകരിക്കണോര് പരമാവധി എത്ര സ്വീകരിക്കുള്ളൂ? 5000. അല്ലേ, തള്ളിയ ആളുകൾ എത്ര ഉണ്ട്? അപ്പൊ ഇവർ യഥാർത്ഥത്തിൽ നബിയെ തള്ളി, നബിയെ കൊന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവരുടെ ഖുർആൻ പിന്നെ ഭാഷയാകുമ്പോ ഹവയ. നബി ഇല്ലാത്ത കാലത്തോളം ഖുർആൻ ഹവയായിരിക്കും. ഈ ഹവ ആർക്കും തെളിവാകും. ഉദാഹരണം പറയാ, പിന്നെ 3 വഖത്തെ ഖുർആൻ നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞവർക്ക് തെളിവെന്താ? ഖുർആന്. 3 ദിവസം നോമ്പോറ്റാൽ മതി എന്ന് പറഞ്ഞവർക്ക് തെളിവെന്താ? ഖുർആന്. ഇമാമിങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പാടില്ല. ശമ്പളം വാങ്ങുന്ന ഇമാമിനെ പിന്തുടരാനും പാടില്ല. തെളിവെന്താ? ഖുർആൻ തെളിവ്. ഖുർആൻ തെളിവാണ്. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. അതാ തെളിവ്. ഇത്തബിഉ, നിങ്ങൾ പിന്തുടരുക, മൻ, ചില ആളുകൾക്ക്, ലാ യസ്അലുകും അജ്റൻ, അവർ നിങ്ങളോട് കൂലി പ്രതിഫലം ചോദിക്കൂല, വഹും മുഹ്തദൂൻ, അവരാണ് ഹിദായത്തുള്ളവർ. അപ്പൊ ഹിദായത്തുള്ളവർ ആരാണ്? ശമ്പളം വാങ്ങാത്തവര്. അവരെ വ്യാഖ്യാന പ്രകാരം സിദ്ദീഖുൽ അക്ബറിന്റെ ഏക്കും. കാരണം സിദ്ദീഖുൽ അക്ബറിന് ഒരു ശമ്പളം ഉണ്ടായിട്ടുണ്ട്. രാവും പകലും രാജ്യത്തിന്റെ കാര്യം കൈകാര്യം ചെയ്യുന്ന ആൾക്കൊരു അടിസ്ഥാന ശമ്പളം ഇസ്ലാമിക ജനാബ് കൊടുത്തിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബിന് ശമ്പളം ഉണ്ട്. അപ്പോൾ ഇവരെ ഭാഷ പ്രകാരം പേച്ചാളാണ് ആര്? സയ്യിദുനാ ഉമർ, സയ്യിദുനാ സിദ്ദീഖ്. കാരണം ഖുർആൻ തന്നെ തെളിവല്ലേ. ഇത്തബിഉ, നിങ്ങൾ പിന്തുടരേണ്ടത്, മൻ ലാ യസ്അലുകും അജ്റൻ, നിങ്ങളോട് കൂലി ചോദിക്കാത്തവരെയാണ് പറ്റേണ്ടത്. വഹും മുഹ്തദൂൻ, അവരാണ് ഹിദായത്തുള്ളവർ. തെളിവായി. എന്ത് തെളിവാ? അപ്പം ജമാഅത്ത് കൂടാൻ പാടില്ല എന്നാണ് തെളിവെന്താ? നമ്മളെ പള്ളിക്കലൊക്കെ ഇമാം വെക്കണ ആരാ? പറയുടെ ചങ്ങായി. നാടായ നാട്ടിലൊക്കെ പള്ളിക്ക ഇമാം വെക്കണ ആരാ? ശമ്പളം വാങ്ങണവര്. മക്കത്ത് പോയാൽ ഒറ്റക്ക് നിസ്കരിക്കേണ്ടി വരും. കാരണം അവിടെ ആരാ? ഇവിടെയൊക്കെ 10,000, 4,000, 5,000, 8,000 ഒക്കെ ഉണ്ടാവുള്ളൂ. അവിടെ 40,000 റിയാല. അപ്പം മക്കത്ത് പോയാലും ഒരു ഒക്കെ നിസ്കരിക്കാൻ പറ്റൂല. തെളിവ് ഖുർആൻ. എന്താ ഖുർആൻ? അവിടെ ആരാ ഖുർആൻ? അതിൽ ഹവ നടന്നു. ഹവ നടക്കൂല. ലിതുബയ്യിന ലിന്നാസി, മനസ്സിലായി. അതിനപ്പൊ എന്ത് പണ്ട് അള്ളാഹു മുന്തിച്ചത് ഖുർആനെ അല്ല. ഖുർആൻ അള്ളാഹിന്റെ കലാമാണ്. പക്ഷേ അത് നബി വിശദീകരിക്കുമ്പോൾ യഥാർത്ഥ ഖുർആനാവും. നബിയെ മുന്തിച്ച് ഇത് കൈകാര്യം ചെയ്യണം. ദുബായിൽ നിന്ന് മൊബൈൽ വന്നതുകൊണ്ട് ജൈമ തൊടണ്ട. അതിന് ഇക്കാക്ക ആളെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് വരെ തൊടാൻ നമ്മക്കരുത്. അതവിടെ നോട്ടെ, എങ്ങാലും തൊണ്ട. കാരണം 2 ലക്ഷം റുപ്യൻ്റെ വലിയ ഐഫോണാണ്. അതിമ്മ തോട്ട മുതലെട് പോകും. അതിൻ്റെ യഥാർത്ഥ ആൾ വന്നത് അസംബ്ലി ക്ലിയർ ആക്കിയപ്പോൾ ക്ലിയർ ആവും ചെയ്തു.
അത് ലാസ്റ്റ് ഉപകരിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് പറഞ്ഞ മറ്റോ വരുന്നതിന് മുമ്പ് കുത്തി 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 കണിപ്പിച്ച് നാശാക്കും. അപ്പൊ നമ്മുടെ നബിയെ മുന്തിക്കന്നെ വേണം. നബി പറഞ്ഞ ആരാ? അള്ളാഹുൻ റസൂല. ഖുർആൻ അള്ളാഹു തരാതൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ മുസ്ലിമീങ്ങൾ പേക്കോ? നബി ഉണ്ടല്ലോ. നബിനെ തരാതെ അള്ളാഹു ഖുർആൻ തന്നാലോ ഒക്കെ പേക്കോ. ഒരു മയലൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അനക്ക് വേറെ ജുമ, എൻ്റെ പെണ്ണുങ്ങൾക്ക് വേറെ ജുമ, ഇജൊരു ജുമ, ഓള് വേറെ ജുമ, എല്ലാവർക്കും അഭിപ്രായങ്ങൾ വേറെ. എന്തുകൊണ്ട്? മാനദണ്ഡമില്ലല്ലോ. അപ്പൊ നബിയാണ് മാനദണ്ഡം. നബി അതെല്ലായിടത്തും അങ്ങനെ. ഇപ്പം കണ്ടില്ലേ കുട്ടിയെ പറഞ്ഞു റസൂലൻ റസൂലൻ യത്ലു അലൈക്കും ആയാത്തില്ലാഹി മുബയ്യിനാത്തിൻ ലിയുഖ്രിജല്ലദീന റസൂലൻ യത്ലു അലൈക്കും ആയാത്തില്ലാഹ്. പരിശുദ്ധ ഖുർആൻ ശരീഫ്. റസൂലൻ യത്ലു അലൈക്കും മുബയ്യിനാത്തിൻ ലിയുഖ്രിജല്ലദീന ആമനൂ. റസൂലൻ, ഒരു റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് നൽകി. യത്ലു അലൈക്കും, ആ റസൂൽ മുഅ്മിനീങ്ങൾക്ക് ഓതി കൊടുത്തു. എന്തിനെ? ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ മുബയ്യിനാത്തിൻ, വളരെ വ്യക്തമായി ഓതി കൊടുത്തു. എന്തിനാണ് നബി ഇത് ഓതി കൊടുത്തത്? ലിയുഖ്രിജല്ലദീന ആമനൂ വ അമിലു സ്വാലിഹാത്തി, ഈമാനും അമലുമുള്ള ആളുകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. ആര്? നബി അവർക്ക് ഓതി കൊടുത്തു. ലിയുഖ്രിജ ലിയുഖ്രിജ ലിയഖ്റുജ ലിയുഖ്രിജ. അപ്പൊ എന്താ അർത്ഥം? നബി പുറത്തു കൊണ്ടുവരണം. എവിടുന്ന്? മിനൽ ളുലുമാത്തി. അപ്പൊ ഓതി കൊടുക്കുന്ന പണി നബിക്ക്. ജനങ്ങളെ ഇരുട്ടിന്ന് പുറത്തുകൊണ്ടിരുന്ന പണിയും ആർക്കന്നെ? നബിക്കന്നെ. അതിനൊരു മാനദണ്ഡമായി നിൽക്കുക മാത്രമാണ് ഇവിടെ ആര് ചെയ്യണത്? ഖുർആന്. തൽക്കാലം ഖുർആൻ വരുന്നില്ല, എന്നാലും ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ റസൂലാണ്, വെറുതെ കബലിഞ്ഞ് കയറി വന്നതല്ല. ഈ ആള് വമാ യന്തിഖു അനിൽ ഹവ, ഈ ആള് തൊട്ടും പിടിച്ചൊക്കെ അള്ളാഹിന്റെ താല്പര്യമാണ്. കാരണം ഇയാൾ ആരാണ്? അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയാൻ കുട്ടി ഇതാരാളാണ്? അള്ളാഹുവിന്റെ റസൂലല്ലേ, പിന്നെന്താ പഠിക്കണേ? അതെ അതെ അതെ. അതായത് കുട്ടിക്കാലം മുതലേ റസൂലുള്ള നേരായ മാർഗത്തിൽ ജീവിച്ചു. ഒന്നും പുതിയത് കൂട്ടിയിട്ടില്ല, ഒന്നും തിരുത്തേണ്ടി വന്നിട്ടില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ ഇത് കളത്. അപ്പൊ മർമ്മം ഇവിടെ നമ്മൾ ഈ പറയുന്നതിന് ഇവിടെ അപ്പൊ നമ്മളെ കയ്യിൽ ഏറ്റവും മർമ്മാണ് അത്. എന്ത്? റസൂല്. ഇന്ന് റസൂലിന്റെ വിശദീകരണങ്ങൾ അത് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ ഹവയാണ്. നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ല. ഈ റസൂൽ നിന്നിലൂടെ നിന്റെ അടുക്കൽ എങ്ങനെ ജീവിക്കണത്? റസൂൽ. ഇപ്പൊ ഖുർആന്റെ എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടത് ആരാ? റസൂൽ. ഈ റസൂലിന്റെ എക്സ്പ്ലനേഷൻ നബിയുടെ ജീവിക്കൽ. അപ്പൊ നിന്റെ മുന്നിൽ റസൂൽ ഉണ്ടായാലേ ഖുർആൻ ഉപകരിക്കുള്ളൂ. കാരണം നിന്നെ ഇരുട്ടുന്ന് കൊണ്ടുവരേണ്ട ആളാരാ? റസൂൽ. ഈ റസൂലിന്റെ സാന്നിധ്യം നീ എന്തിനപ്പ അനുഭവിക്കുക? ഹദീസിൽ. ഹദീസ് അറിയാലോ, റസൂലില്ല. ഒന്ന് പറയും മനുഷ്യന്മാരെ, അതല്ലാതെ ഈ നബിയുടെ സാന്നിധ്യം നിന്റെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് എന്തുണ്ടാവുമ്പോഴാണ്? ഹദീസ് ഉണ്ടാവുമ്പോഴല്ലേ. ഹദീസ് ഇല്ലെങ്കിൽ നബി എവിടെ? അതിനെ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല എന്നാണ് തള്ളി. ചിലർ ഖുർആനെ തന്നെയാണ് ഹദീസാക്കിയത്. ഹദീസൻ തന്നെ. അപ്പൊ ഹദീസ് അതും ഖുർആൻ തന്നെയാണ്. അപ്പൊ ഇപ്പൊ എന്തായി? ഖുർആനും ഖുർആനാണ്, ഹദീസും ഖുർആനാണ്. അപ്പൊ പുറത്തുനിന്ന് ആരും എടുക്കണ്ട. അവന്റെ ഹവ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതാരൊപ്പിച്ചതാണ് സത്യത്തിൽ? ഇവർ നാടാകെ അമേരിക്കയും ബ്രിട്ടനും പൈസ കൊടുത്ത് താല്പര്യപ്രകാരമാണ് മൊയ്തീൻ ഷെയ്ഖെ കാക്കണേന്ന് പറയരുത് എന്ന് ലോകത്ത് സൗദി അറേബ്യ പ്രവചിച്ചിരുന്നു. MBS പത്രത്തിന് അഭിമുഖം കൊടുത്തു. അപ്പം മൊയ്തീൻ ഷെയ്ഖെ കാക്കണേന്ന് പറയരുത് എന്നുള്ളതിന് താല്പര്യം ആരുടേതാ? അമേരിക്കക്കും ബ്രിട്ടനും എന്തായാലും താല്പര്യം? ഇതിലുള്ള കാലത്തോളം മുസ്ലിമീങ്ങൾക്ക് തമ്മിൽ തല്ലിടാനേ നേരണ്ടാകുള്ളൂ. എന്താണ് മർമ്മം നമുക്ക് മനസ്സിലാക്കാൻ? കൊള്ളം മുതൽ എത്തേണ്ടടുത്തെത്തി. നമ്മളിപ്പോഴും 500 മക്കളിക്കാണ്. നിങ്ങൾക്ക് പറഞ്ഞ എന്നെ സംഭവിച്ചത് അത് മനസ്സിലാക്കാൻ ഇന്നത്തെ സുന്നി മൂല്യന്മാർക്കും കഴിഞ്ഞില്ല. അതുമാണല്ലോ പറയാം. ഇവർ ഈ ഷണ്ടമ്മ കൂടി
ഞാൻ തവസ്സുൽ നല്ല കാര്യം ഇനി പോയി ചെയ്തിട്ടില്ലെങ്കിൽ വല്ല ആകാശം പൊളിഞ്ഞാടോ. ഇവിടെ ആരാണ് ശത്രു എന്ന് ഇജ്ജ് മനസ്സിലാക്കലല്ലേ മർമ്മം. ഞാൻ തവസ്സുൽ ചെയ്യണ്ടെന്ന് പറയല്ലട കുട്ടി, ഞാൻ പറയുന്നത് ഇതല്ലല്ലോ ഇവിടെ പ്രശ്നം. ഇവിടെ നബിയെ തള്ളുന്ന ഒരു ജനതയല്ലേ ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ നടന്നത് നബിയെ തള്ളലാണ്. ഈ നബിയെ തള്ള അവിടെ നേതൃത്വം നിൽക്കുന്ന ആരാണ്? ഈ അമേരിക്കയും ബ്രിട്ടനാണ്. കാരണം നബിയെ തള്ളിക്കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവ മാത്രമായിരിക്കും ഇസ്ലാം. ആ ഇസ്ലാമിനെ ആർക്കും പേടിക്കേണ്ടതില്ല. മനസ്സിലായി? നബി ഉണ്ടാകുന്ന ഇസ്ലാമിനെ പേടിക്കണ്ടുള്ളൂ. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളിൽ റസൂൽ ഉണ്ടെങ്കിൽ പേടിക്കണ്ടുള്ളൂ. റസൂൽ അല്ലെങ്കിൽ ഇവർ എന്തിനാ പേടിക്കണം? ഇതാണ് ശരിക്കും മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞിട്ടില്ല, ഇതിവിടെ ഒന്നും തീരൂല. ഇത് വളരെ വലിയ വിഷയമാണ്. ഈ 10 ആയത്ത് നിങ്ങളൊരു 300 ക്ലാസ് എടുത്താൻ തീരൂല. അത്രയും വലിയ വിഷയമാണിത്. ഈ ദജ്ജാലിയ സംസ്കാരത്തെ തിരിച്ചറിയുന്ന വിഷയത്തിൽ ഇന്ന് സമുദായത്തിലെ ട്രഡീഷണൽ പണ്ഡിതന്മാർക്ക് പോലും പിഴവ് സംഭവിച്ചു. നിങ്ങൾ ആയത്തൊക്കെ നിങ്ങൾ എടുത്തു നോക്കി, എവിടെയും ഞാനൊരു ആയത്തിന്റെ ഒരു വ്യാഖ്യാനം പറയാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അന്നബിയു മുഹമ്മദ് നബിയാണ് ഔലാ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. മിൻ അൻഫുസിഹിം അതിനൊരർത്ഥം എന്താ? അനക്ക് ഏറ്റവും വലുത് ജനല്ലേ. നല്ല സ്ഥിതിക്ക് നല്ല ഉഷാറായിരിക്കും. ഒരാൾക്ക് വലിയ അയാളെന്നല്ലേ. എത്താണ് ചങ്ങായി? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അവരുടെ സ്വന്തത്തിനേക്കാളും പ്രധാനപ്പെട്ട ആളാരാണ്? അതാണ് നബീൻ. ഈ സ്വന്തത്തെക്കാൾ പ്രധാനപ്പെട്ട, അപ്പൊ സ്വന്തത്തെ ത്യജിച്ചിട്ട് ആരെ തിരഞ്ഞെടുക്കണം? റസൂലിനെ. ഇല്ലാതായാലും റസൂൽ ഉണ്ടാകണം. ഇത് സത്യത്തിൽ ഒരു ആശയാണ്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അതൊരു ആശയാണ്. ഒരു ചോദ്യം ഞാൻ ചോദിക്കാം, നല്ല ഉഷാറല്ലേ? ദുനിയാവിൽ കേട്ടോ, ദുനിയാവിൽ നിനക്ക് റസൂലിനെ വേണ്ടി നീ സ്വയം ത്യജിച്ചാൽ നിനക്കവിടെ ഒരു പ്രതീക്ഷ ഉണ്ട്. എന്ത്? ആഖിറത്തിൽ. അപ്പൊ സത്യത്തിൽ നീ നിന്നെ തന്നെ അവിടെ മുന്തിച്ച് തിന്നില്ല. അതായത് മനസ്സിലായോ? എനിക്ക് പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ പുതിയാപ്പിളന്റെ പെരി ചെന്നപ്പോ ചോറ് കഴിയാനേക്കണം. അപ്പോ മാനം കിട്ടുന്ന അവസ്ഥയിലെത്തിക്കണം പുതിയാപ്പിള. നീ പുതിയാപ്പിള പോകുകയാണ് പുതിയണ്ണിൻ്റെ പെരിക്ക്. അപ്പോൾ ഓന് പരിധി കിട്ടുന്ന 5-8 ചങ്ങായിമാരെ വിളിച്ചാണ് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വട്ടത്തിലിരിക്കരുത് കേട്ടോ. ഓലൊക്കെ വിശന്ന് കുഴങ്ങി വന്നവരാണ്. അവിടെ നിങ്ങളെ ഞാൻ 4 ആളിൻ്റെ ഒപ്പം ഇരുത്താം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓനിവിടെ പ്രഖ്യാപിക്കണം. എന്ത്? നമ്മക്ക് ഇവിടെ ചോറുന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞോ പ്രഖ്യാപിക്കണം. എന്ത് വിചാരിച്ചിട്ടാ? എന്ത് എന്തിനാണ് ഓനെ തന്നെ തിരഞ്ഞെടുക്കാൻ പോകുന്നതായി? അവിടെ ഓൻ തിരഞ്ഞെടുത്ത അവനെ തന്നെയല്ലേ. മിൻ അൻഫുസിഹിം എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പോണ്ടേ? ഇത് നമുക്ക് കൗലഹി തങ്ങളുടെ ദീവാൻ വായിക്കാം. വലൗലൽ തിദാദും ഫിൽ ജിനാനി ബിനൂരിഹി ലമാഹന്ന നഹ്വൽ ഖുൽദി കുല്ലു മുബസ്സരി. അല്ലാഹ്, അതാണ് ഈ ആയത്തിന്റെ യഥാർത്ഥ അർത്ഥം. ولولا التذاذ في الجنان بنوره لما حن نحو الخلد كل مبصر. ولولا التذاذ في الجنان بنوره, സ്വർഗീയ ആരാമങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഒരു പ്രകാശം കൊണ്ട് ആനന്ദം അനുഭവിക്കൽ ഇല്ലായിരുന്നുവെങ്കിൽ ലമാ ഹന്ന നഹ്വൽ ഖുൽദി കുല്ലു മുബസ്സരി, അകക്കാഴ്ചയുള്ള ഒരാളും സ്വർഗത്തിൽ ശാശ്വതമായി പാർക്കാൻ കൊതിക്കുകയില്ല. ഇതാണ് ഈ ആയത്തിൻ്റെ യഥാർത്ഥം. അതായത്
ഇവിടെ മുന്തിച്ചതാരെ? സുന്ന. അല്ലാതെ ഇവിടുന്ന് നമുക്ക് മരിച്ചാൽ അവിടെ കിട്ടുമെന്ന് അറിയുമ്പോൾ നമ്മൾ തന്നെയല്ലേ മുന്തിച്ച്? അവിടെയും നബി ഇല്ലെങ്കിൽ ഞാൻ സ്വർഗത്തേക്ക് കയറൂല. അപ്പോൾ ഒന്നിച്ചാൽ തന്നെ ഇതാ സൂഫി. നമ്മൾ സെൽഫിഷുകളാ. നിങ്ങളെൻ്റെ കൂടെ അല്ലേ. നമ്മളിപ്പോൾ നബിക്ക് വേണ്ടി ഇവിടെ മരിക്കണത് എന്തിനാ? നബിക്ക് വേണ്ടി നമ്മൾ മരിക്കുകയാണ് നബിയാണ്. അങ്ങനെ എൻ്റെ അർത്ഥം എന്താ? ആനക്കവിടെ മന്തി തിന്നാനല്ലട പോന്തായേ. അവിടെ സൂഫി അങ്ങനെയല്ല. സൂഫിക്ക് സ്വർഗവും വേണ്ട ആരില്ലെങ്കിൽ. അപ്പൊ സൂഫി ആരാളാ? സൂഫിയാണ് നബിയുടെ ആള്. സൂഫി ഫന ആയതാ നബിയില്. സൂഫിക്കാണ് മിൻ അൻഫുസിഹി എന്ന് പറഞ്ഞ യഥാർത്ഥ ആളാരാ? സൂഫിയ. ബാക്കി ആരടാ? നമ്മൾ യുദ്ധക്കളത്തിൽ മരിച്ചില്ല. ആയിക്കോട്ടെ, മരിച്ച എന്തിനാ? അവിടെ ഞാനത് ഉസാറാക്കും. അവിടെ ഞാൻ നല്ല മന്തിയും മറ്റേ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, കാബിരിയും കൂബിരിയും ഒക്കെ ഞാൻ തിന്നും. കാരണം സ്വർഗത്തിന് കൊന്നതിൻ്റെ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി മരിച്ചതാ. അപ്പം ഒന്നിച്ചത് അന്നത്തിനല്ലേ. അവിടെയും സൂഫി എന്ത് പറഞ്ഞു? സൂഫിക്ക് നഫ്സിനെ കാണില്ല. ആരെ കാണുന്നത്? റസൂലിനെ. അവരെ യഥാർത്ഥ ആള്. അപ്പൊ റസൂൽ നിങ്ങൾക്ക് വളരെ വളരെ ചിന്തിക്കാം. ഈ നിലക്കാണ് ഉമ്മത്ത് റസൂലിനെ കണ്ട്. സൗബാൻ വന്നിട്ട് ഇതേ ഖൗലഹി നിങ്ങൾക്ക് സൗബാനെ കാണാം. സൗബാൻ വന്നെ കണ്ടപ്പോ ഹബീബ നബി ചോദിക്കാം, എന്താ സൗബാനെ, നിനക്ക് വല്ല അഭിക്ക മറന്നു? നിനക്ക് വല്ല രോഗമുണ്ടോ? നോക്കട്ടെ, എന്ത് പ്രേമരോഗം? എനിക്ക് പ്രേമരോഗം ബാധിച്ച എനിക്ക് നിങ്ങളെ കാണാക്കാൻ കഴിയില്ല. ഇപ്പോൾ എൻ്റെ പ്രശ്നം, ഞാൻ മരിച്ചു പോയാൽ നരകത്തിലാണെങ്കിൽ ഏതായാലും നിങ്ങൾ സ്വർഗത്തിലല്ലേ, എനിക്ക് നിങ്ങളെ കാണാൻ കഴിയൂല. ഇനി സ്വർഗത്തിലായാലും പിന്നെ എനിക്ക് എന്ത് കാര്യം സ്വർഗത്തിൽ കടന്നിട്ട്? നിങ്ങൾ മേലൊക്കെ മേലെ, ഞാൻ താഴേക്ക് താഴെ. ഇനിയിപ്പോൾ സ്വർഗത്തിൽ കടന്നിട്ട് എനിക്ക് എന്താ കാര്യം? എന്താണ് അപ്പൊ ഫനാ? ആരില്ല ഫനാ? ഹവയിലല്ല, റസൂൽ ഫനാ. ഇതല്ലേ റസൂല്? അതല്ലേ ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം? അന്നെ ഇക്കാക്കാൻ്റെ കല്യാണത്തിന് എന്നെ വിളിച്ച് എൻ്റെ ഓളെ വിളിച്ചില്ലെങ്കിൽ ഇജെന്താ പറയുക? എനിക്ക് എൻ്റെ ഓളോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്നെ കല്യാണത്തിന് ഞാൻ പോവില്ല. കുഞ്ഞാളെ ഇജ്ജ് പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? കുഞ്ഞാളിൽ ഫന ആണ്. അങ്ങനെയല്ലേ പറ? അപ്പോഴല്ലടാ കുഞ്ഞാളിൽ ഫന എന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റെന്താ പറയാ? ആക്കിയാ നാളെ ബീച്ചിൽ നിന്ന് മട്ടൻ ബിരിയാണി വാങ്ങി തരട്ടാ, ഇങ്ങനെ ഞാൻ പോട്ടെ, അങ്ങനെയല്ല പറയാം. ഇവിടെ നബിയിൽ ഫന ആകുക എന്ന് പറഞ്ഞാൽ, നബി ഇല്ലെങ്കിൽ സ്വർഗത്തേക്ക് ഞാനില്ല, നരകത്ത് പോയിക്കോളാം. ഞാൻ എവിടേക്കില്ല. ഞാൻ സ്വർഗത്ത് പോകാൻ നബിയോടെ ഉള്ളതുകൊണ്ടാണ്. എനിക്ക് നബി ഇല്ലാത്തൊരു സ്ഥലം വേണ്ട. അവിടെയാണ് ഫന ആയത്. ആരിൽ? അന്നബിയു. അർത്ഥം വെക്ക്. നീ ഈ ആയത്തിന് യഥാർത്ഥ അർത്ഥം വെക്ക്. അന്നബിയു, നബിയാണ് ഔലാബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. മിൻ അൻഫുസിഹിം, സ്വന്തം നഫ്സ് ഫിദ്ദുനിയ വൽ ആഖിറ എന്നല്ലേ എൻ്റെ അർത്ഥം. എനിക്ക് ഇവിടെ അവിടെ എനിക്ക് എൻ്റെ നഫ്സല്ല പറ്റിയും. ആരാണ്? അത്ര വലിയൊരു സ്ഥാനമുള്ള ഒരാളെ ഇന്ന് എവിടെയാക്കി? എടാ തന്തക്ക് സ്ഥിരമുള്ള ഒരു പറയായത്തിന് മാന അങ്ങനെയല്ല. ഇന്നിപ്പോൾ ജി നബിയെ മുന്തിക്കണ എനിക്ക് മാന അറിയാം. എന്ത് എനിക്ക് അവിടെ കിട്ടാനല്ലേ? ഇവിടെ തീരാനായ അത്യാവശ്യം മറ്റും പിന്നെ എന്താ പറയുക, എല്ലാ വിഭവങ്ങളും തീർന്നിട്ടുണ്ട്. ഇനി ഉണക്ക പറ്റി ഇവിടെ പിടിച്ചതിനേക്കാൾ നല്ലത് എവിടെയാണ്? പുതിയ അപ്പോഴും ഇപ്പം മട്ടൻ ബിരിയാണിക്ക് അവിടെ ഇരിക്കലല്ലേ? പറയടോ, മനസ്സിലായില്ലേ? ഈ ദുനിയാവിന്റെ ഉണക്കപ്പറ്റി തിന്നാനായപ്പോ ഇജിയോട് എന്ത് പറഞ്ഞു? ഇജ് നബിക്ക് വേണ്ടി വരച്ചാളി, അപ്പൊ അങ്ങക്ക് അവിടെ കിട്ടുന്ന. അപ്പൊ ഇജ് സെൽഫിഷ് അല്ലേ? അന്നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, മുഅ്മിനീങ്ങൾക്ക് ദുനിയാവായാലും ആഖിറായാലും അവരെക്കാൾ പ്രധാനം നബിയ. അത് സൂഫിയ. ആ രൂപത്തിൽ ലയിച്ചിരിക്കാണ്. ആരിൽ? അങ്ങനത്തെ പ്രാധാന്യമാണ് നബിക്ക് ഇസ്ലാമിലുള്ളത്. ആ നബിനെ നമ്മൾ സ്വർഗത്തിന് വേണ്ടി പുറത്തേക്ക് ഇട്ട് ആണോ? അല്ലേ? അല്ലേ വിട്ടുവിട്ടാളെ. നിങ്ങളെന്ത്? നമുക്ക് നബി ഇവിടെ. ഇപ്പൊ നമ്മളും ഒരു ഖുർആനും ഒരു സ്വർഗവും. ഇവിടെ
ഹെലനിസ്റ്റുകൾ വിജയിച്ചു. ഇത് ഹെലനൈസേഷനാ. കാരണം നബിമാരെ കൊന്നതാരാ? ഗ്രീക്കുകാരാ. ഇപ്പോൾ നമ്മുടെ നബിയെ നമ്മളും ഫലത്തിൽ കൊന്നു. ഫലത്തിൽ നമ്മുടെ നബിയെ നമ്മൾ കൊന്നു. നബിയും ഖുർആനും എന്നത് രണ്ടുണ്ടായത് കൊണ്ട് ഈ ഖുർആനിനെ താങ്കളുടെ വിശദീകരണത്തിലൂടെ അവർ മനസ്സിലാക്കണം. അതായത് താങ്കളുടെ വിശദീകരണം മാറ്റിവെച്ചാൽ അവർക്ക് ഖുർആൻ യഥാർത്ഥമായി മനസ്സിലാക്കപ്പെടേണ്ടത് അല്ല, അവർ തെറ്റാണ് മനസ്സിലാക്കുക. ഈ വിശദീകരണമാണ് അവിടുത്തെ അഖ്വാൽ, അഫ്ആൽ, തഖ്രീറാത്ത് 23 കൊല്ലത്തെ ദശലക്ഷക്കണക്കായ വാക്യങ്ങൾ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അപ്പൊ ഈ തുബയ്യിന ലിന്നാസി ഇവിടെ കണ്ടല്ലോ, ലിയുഖ്രിജല്ലദീന ആമനു ലിയഖ്റുജല്ലദീന ആമനു അല്ല. റസൂല് ജനങ്ങൾക്ക് ഓതി കൊടുത്ത പോരാ, എന്നിട്ട് ലിയുഖ്രിജ നബി പുറത്തേക്ക് കൊണ്ടുവരണം. എവിടുന്ന്? മിനൽ ളുലുമാത്തി ഇരുട്ടുകളിൽ നിന്ന് ഇലൻ നൂരി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതും ആരെന്നെയാണ്? റസൂലിനാണ്. ഖുർആൻ പണി ഏൽപ്പിച്ചിട്ടില്ല. ഖുർആൻ ഒരു മീഡിയേറ്ററാണ്. എല്ലായിടത്തും ഖുർആൻ മീഡിയേറ്ററാണ്. ഖുർആനല്ല വെളിച്ചത്തുകൊണ്ടില്ല. വെളിച്ചത്തേക്ക് ആര് കൊണ്ടുവരണം? റസൂൽ കൊണ്ടുവരണം. റസൂൽ കൊണ്ടുവരണം. റസൂലിനെ മാറ്റിവെച്ചാൽ പിന്നെ ഖുർആൻ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. ആ റസൂലിനെ ഈ അടുത്ത കാലത്ത് നമ്മൾ കൊന്നു. ഇത് ഹെലനൈസേഷൻ കടന്നുകൂടിയതാണ്. കാരണം ഹെലനിസ്റ്റുകളാണ് എന്ത് ചെയ്തത്? ഇത് നമ്മളെ കാലത്ത് അവസാനത്തിന് ഇനിയിപ്പോ നമുക്ക് നബിനെ കൊല്ലാൻ പറ്റൂല, നബി ഇല്ലല്ലോ. പകരം നമ്മൾ നബി എന്ന നമ്മുടെ നബിയെ നമ്മൾ ഫലത്തിൽ കൊന്നു. അവൻ ശരിയല്ല, അതും ശരിയല്ല, മറ്റും ശരിയല്ല, അവൻ ശരിയല്ല എന്ന് പറഞ്ഞു. ശരിയാണെന്ന് ലോകത്തെ മഹത്തുക്കളായ ആളുകൾ 14 നൂറ്റാണ്ട് കൃത്യപ്പെടുത്തിയതും നമ്മൾ തള്ളി. ഞാൻ അവസാനിപ്പിക്കാണ്. ഇതിൻ്റെ വ്യാഖ്യാനത്തോടുകൂടി അടുത്ത ക്ലാസ് തുടങ്ങാം. ഇതിന് വ്യാഖ്യാനമുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട എന്താ പറയുക, ബഹുമാനപ്പെട്ട സഹീർ ബിൻ അബ്ദുല്ലാൻ്റെ വ്യാഖ്യാനം കൊണ്ടുവന്ന് ഇന്നത് പറയാനുള്ള ഒരു മൂഡ് എനിക്കില്ല. എന്നാൽ ഒരു തളർച്ച ഇത്ര പറഞ്ഞാലേ കഴിയുള്ളൂ. ഇതിന് എസെൻസാ. വളരെ നിങ്ങൾ ചിന്തിക്കണം. ഇത് ഞാൻ നിങ്ങൾ തമാശ പറയല്ല, ഇത് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളിത് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തകരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വളരെ 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 ചിന്തിക്കണം. ഈ ക്ലാസ് നിസ്സാരല്ല. ഞാനിപ്പോൾ ആദ്യം ഇങ്ങനെ കാണിച്ചു തരാം, അള്ളാഹു റസൂലിനെ മുന്തിച്ച്. അപ്പം എവിടെ നമ്മൾ ആരെ മുന്തിക്കണം? റസൂൽ മുന്തിക്കണം. അതിൽ സൂഫികൾ മുന്തിച്ചതുപോലെ മുന്തിക്കണം. സൗബാൻ മുന്തിച്ചതുപോലെ ഇപ്പം സൗബാൻ ഒരു സ്വഹാബിയാണ്. സൗബാൻ ഇവിടെ മുന്തിച്ചത് റസൂലിനെയാണ്. എങ്ങനെ മുന്തിച്ചു? എനിക്ക് നരകല്ല പ്രശ്നം, എനിക്ക് നിങ്ങളാണ് പ്രശ്നം. ഞാൻ നരകത്ത് കിടന്ന എനിക്ക് നിങ്ങളെ കാണാൻ കഴിയില്ല. ഞാൻ സ്വർഗത്തിലായാലും അന്തഫി ആയാലും ജന്ന വാനഫി അസ്ഫലി സാഫിരി, നിങ്ങളെ ഏറ്റവും മേലെ ഞാൻ ഏറ്റവും താഴെയല്ലേ, പിന്നെ എങ്ങനെ നിങ്ങളെ കാണാൻ കഴിയുമോ? പിന്നെ ആ ജാതി സ്വർഗത്ത് വന്നിട്ട് എന്താ രസം? അവിടെയും മുന്തിച്ചതാരാ? റസൂലല്ലേ. ആ റസൂൽ ഇപ്പം നമ്മളുടെ ഇടയിലുണ്ടോ? ഇല്ലല്ലോ. മനസ്സിലായോ പറഞ്ഞത്? വളരെ ചിന്തിക്ക്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് സ്വന്തം തടിയേക്കാളും പ്രധാന ആരാ? റസൂല. റസൂൽ ഒരു ജനതയിൽ ജീവിച്ചാൽ മാത്രമേ ആ ജനതയിൽ ഹക്ക് ഖുർആൻ ജീവിക്കുള്ളൂ. മറ്റു മരിച്ച ഖുർആന. ഇത് നമ്മൾക്ക് ആളാകാം, എന്നിട്ട് നമ്മൾക്ക് അമേരിക്കയുടെ അടിമയായി കണക്കാം. ഇന്ന് അറബ് രാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയുടെ അടിമ. എന്തുകൊണ്ട്? അവർക്കിടയിൽ ഖുർആൻ ജീവിക്കുന്നില്ല. കുറെ കടലാസ് ഭാര്യ കെട്ടി കൊടുത്തേക്കാം. ഇനി മഹദി വന്നാൽ ഈ യൂറോപ്പ് വിറച്ചിട്ട് വീണു. എന്തുകൊണ്ട്? ആ മനുഷ്യനിലൂടെ മുഹമ്മദിയത്ത് പുനർജനിക്കും. അപ്പോൾ ഖുർആൻ അവിടെ ജീവിക്കും. അതുവരെ ഖുർആൻ കടലാസായിരിക്കും. മഹദി വന്നാൽ ഖുർആൻ ജീവിക്കും. കാരണം ഖുർആനെ ജീവിപ്പിക്കേണ്ടത് മുഹമ്മദാണ്. മുഹമ്മദ് മുസ്തഫ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ ആ വ്യക്തിക്ക് മാത്രമേ ഖുർആനെ വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. മറ്റത് കടലാസാണ്. ഈ കടലാസിന്റെ കൂട്ടം. നമ്മൾ അമേരിക്കൻ്റെ അടിമയാവും. ഇനി നമ്മൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെ അടിമയാണ്. ഇതൊക്കെ കഴിഞ്ഞൊരു കാലത്താണ്. അപ്പം നശിച്ചു എന്നൊക്കെ ഇപ്പം നമ്മൾ പറയാം. ഇതൊക്കെ കഴിഞ്ഞ് നശിച്ചൊരു കാലത്താണ് ആര് വരിക?
എന്നിട്ട് എല്ലാവരും നേരെയാവുമല്ലോ. എന്താ കാരണം? നേതാവിൽ ആര് ജീവിക്കുന്നു? മുഹമ്മദ് മുസ്തഫ. ഇന്നിപ്പോൾ നേതാക്കന്മാർ സ്റ്റേജുമ്പോൾ കയറി വയറിലറിയണം എന്ത് മനുഷ്യന്മാരൊക്കെ നശിച്ചു നന്നാവില്ല. നിങ്ങളാണ് കാക്ക നശിച്ച്. മനുഷ്യന്മാർ മോയിക്കല പുല്ലാണ്. മനസ്സിലായില്ല? മമ്പാട പുഴക്കിറങ്ങോടത്ത് മോയിക്കൽ എന്ന സ്ഥലമുണ്ട്. വലിയ പുല്ലുണ്ട്. അല്ല പുല്ലിൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ ഒരാൾ നല്ല ഇടതൂർന്ന പുല്ലായതുകൊണ്ട് ഒരാൾ അങ്ങോട്ട് പോയാൽ പുല്ല് അങ്ങോട്ട് ചാഞ്ഞുക്കും. ഓൻ കുളിയും കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ പുല്ല് ഇങ്ങോട്ട് കാഞ്ഞുക്കും. മനുഷ്യന്മാർ ഏത് കാലത്തും മോയിക്കല പുല്ല. നേതാവ് റിയൽ എസ്റ്റേറ്റ് മുതലാളിയാണെങ്കിൽ അനുയായികളും അങ്ങനെയോ. നേതാവ് മഹദിയായ ജനങ്ങളൊക്കെ മഹദിയാവും. ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ടി വരില്ല. മനസ്സിലാണ്ട് പറഞ്ഞത് അതെന്നെ. ജനങ്ങളോട് എന്താ പറയേണ്ട കാര്യം? ജനങ്ങളെ കുറ്റം പറയണേ? നിങ്ങളല്ലേ എന്നാണ്ട് നിങ്ങളിലൂടെ മുഹമ്മദിയത്ത് ജീവിക്കണം. അപ്പൊ ഇതിനെല്ലാവർക്കും പേടിയാവും. ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഇപ്പൊ ഖുർആനിലെ ഓരോ അന്യമതത്തിനെതിരായ ആയത്തുകൾ തപ്പണ PhD-ക്കാരുള്ള കാല. ലോകത്തെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനെതിരെ, അവരെ വേദഗ്രന്ഥത്തിനെതിരെ ഒരു വാക്ക് പറയാത്ത ആളാണ് റസൂലുള്ള. ബൈബിളിൽ ഏതെങ്കിലും ഒരു വാക്ക് തെറ്റാന്ന് റസൂൽ പറഞ്ഞില്ല. അതിനൊന്നും ആവശ്യം ജനങ്ങൾക്ക് ഉണ്ടാവില്ല. നബി നേരായ ഒക്കെ അങ്ങോട്ട് വരും. മനസ്സിലായോ പറഞ്ഞത്? വലാ തസുബ്ബുല്ലദീന യദ്ഉന മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ. അവർ അല്ലാഹു അല്ലാത്തവരെ വെച്ച് ആരാധിക്കുമ്പോൾ നിങ്ങൾ ആ ആരാധനാ ദൈവങ്ങളെ ചീത്ത പറയരുത്. കാരണം യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടും പോലെ അവർ ആ ദൈവങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനെ നിങ്ങൾ ചീത്ത പറയണ്ട. നിങ്ങൾ എന്ത് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ. നിങ്ങൾ നേരായി ജീവിച്ച ഓരും ഇങ്ങോട്ട് വരും. അപ്പം എല്ലാവർക്കും കാര്യം മനസ്സിലാവും ചെയ്യും. നിങ്ങൾ അവരെ ചീത്ത പറഞ്ഞിട്ട് എന്താ കാര്യം? മനസ്സിലാവുണ്ട് പറഞ്ഞത്. ചിന്തിക്ക്. ഈ ആയത്തിന് വ്യാഖ്യാനം അടുത്ത ക്ലാസ് പറയാം. റബ്ബന അലൈക തവക്കൽന. അപ്പോൾ ഇവിടെ ഇന്നത്തെ പറഞ്ഞ എന്താ? എപ്പോൾ റസൂലിനെ നമ്മൾ മറക്കുകയും ഹദീസിനെ തള്ളൽ നമ്മുടെ പ്രവണതയാവുകയും ചെയ്താൽ നമ്മുടെ ലോകത്ത് ഒരു പുതിയ ഹെൽനൈസേഷൻ നടക്കും. ഹെൽനൈസേഷൻ നടന്നാൽ യൂറോപ്യൻ താല്പര്യം മാത്രമേ ആ ജനതയിൽ ഉണ്ടാകൂ. റസൂലിനെ മുന്തിക്കുന്നൊരു ജനതയിൽ ഹെൽനൈസേഷൻ ഉണ്ടാകൂല. അവിടെ ഞാൻ സിദ്ദീഖിനെ നിങ്ങൾക്ക് കാണിച്ചു തന്നു, സൗബാനെ കാണിച്ചു തന്നു. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم.